ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് വെറൈറ്റി ആണ്, കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് സംഭവം. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മിക്കവാറും 90s കിഡ്സിനൊക്കെ നല്ല അറിയാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ഈ ഫോണിനകത്തൊക്കെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ വന്നിരുന്ന് തോണ്ടുന്നതിന് മുമ്പ് നമ്മൾ എന്റർടൈൻമെന്റ് കൂടുതലും ആശ്രയിച്ചിരുന്നത് ടി വിയാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ടി വിയുടെ മുന്നിലാണ്. ഏഷ്യാനെറ്റിനകത്ത് ഒരു ഐഡിയ സ്റ്റാർ സിംഗറോ കല്ലിങ്കാട്ട് നീലിയോ ഇതുപോലുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും. അന്നൊക്കെ കല്ലിങ്കാട്ട് നീലി കണ്ടുപോലെ പേടിച്ച് വിറച്ചിട്ടുണ്ട്. ഇന്നൊക്കെ അതിന്റെ ക്ലിപ്പ് കാണുമ്പോൾ ദൈവമേ, അന്ന് ഇത് കണ്ടാണോ പേടിച്ചത് എന്ന് നമ്മൾ ഓർത്തു. സോ അന്ന് ഏഷ്യാനെറ്റിനകത്ത് ഒരു മെയിൻ പ്രോഗ്രാം ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ. സീസൺ 1 അത്ര ഫേമസ് ആയിരുന്നില്ല. സീസൺ 2 ആയിരുന്നു അത്യാവശ്യം നല്ല ഫേമസ്. നജീം അർഷാദിന്റെ ഒക്കെ സീസൺ, എനിക്കൊന്ന് നജീം അർഷാദിന്റെ സീസണിലായിരുന്നു തോന്നുന്നു നമ്മളിപ്പം കാണിച്ച ഈ വ്യക്തി ഉണ്ടായിരുന്നു. എന്തായാലും ഐഡിയ സ്റ്റാർ സിംഗറിൽ നിന്നാണ് ഇദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. വിജയ് മാധവ് എന്നാണ് പേര്. അന്ന് നല്ല ഫേമസ് ആയ പുള്ളിക്കാരൻ ഒരു സിംഗറാണ്. ഇദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, വിജയ് മാധവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. സോ ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നതും ദേവിക നമ്പ്യാർ എന്ന് പറയുന്ന ആക്ട്രസും TV ആങ്കറും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ്. അപ്പൊ ഈ ഒരു സബ്ജക്ട് ഞാൻ എടുത്ത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വിജയ് മാധവ് ഇച്ചിരി ഒരു വെറൈറ്റി വ്യക്തിയാണ്. പുള്ളിക്കാരൻ ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായ സമയത്ത് ഇദ്ദേഹം ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. ആ പേര് ഭയങ്കരമായിട്ട് വൈറലായി, അന്ന് ഒരുപാട് ചർച്ചാ വിഷയമായി. പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മജ എന്നാണ് ഗൈസ് അതിന്റെ പേര്. ഞാൻ വിചാരിച്ചു ആത്മജ എന്ന് പറയുന്ന നല്ല പേരാണല്ലോ, അതിനിപ്പോ എന്താണ് പ്രശ്നം? ആ കൊച്ചിന് നല്ല പേരല്ലേ ആത്മജ. പിന്നീടാണ് മനസ്സിലായത് ഈ ആത്മജ എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയായിട്ടേ. പുള്ളിയുടെ ആദ്യത്തെ ചൈൽഡ് ഒരു ആൺകുട്ടിയാണ്, അതിനാണ് ഈ ആത്മജ എന്ന് പറയുന്ന പേരിട്ട്. അങ്ങനെയാണ് അന്നത് ഭയങ്കരമായിട്ട് വൈറലായത്. സോ ഇപ്പോ രണ്ടാമത്തെ കുട്ടി ജനിച്ചിരിക്കുകയാണ് ഗൈസ്. ആദ്യത്തെ കുട്ടിക്ക് അങ്ങനത്തെ ഒരു പേരിട്ട മനുഷ്യൻ രണ്ടാമത്തെ കുട്ടിക്ക് എന്ത് പേരാണ് ഇടുന്നത് എന്ന് ആളുകൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. പുള്ളിക്കാരൻ അങ്ങനെ ഒരു പേരിട്ടപ്പോ തന്നെ കമന്റ് സെക്ഷനിൽ ആഹാ നല്ല ഒന്നാന്തരം തെറിവിളി. പേര് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അടിപൊളി പേരാണ്. നമുക്ക് ആദ്യം കമന്റ് സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഇതാണ് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ബേബി ഗേൾ നെയിം റിവീലിംഗ് എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 3,50,000 പേര് ആ വീഡിയോ കാണുകയും ചെയ്തു. ഇതിന്റെ കമന്റ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇട്ട പേരിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവും. എന്നെ പോലെ ഈ പേര് ഇഷ്ടപ്പെടാത്തവർ ഉണ്ടോ എങ്കിലെന്നും പറഞ്ഞ് ഇട്ടേക്കുന്ന കമന്റിന് 1700 ലൈക്ക്. താങ്കളുടെ പേര് ഓം ചെന്താമര എന്നാക്കിക്കൂടെ? ട്രെൻഡിങ് നെയിമാണ്. എനിക്കറിയാം ഇവന്റെ അച്ഛന്റെ പേര് ഭവാനി അമ്മ എന്നാണ്. എന്റെ കെട്ടിയോൻ എന്റെ മക്കൾക്ക് ഇതുപോലത്തെ പേരിട്ടാൽ ഞാൻ അങ്ങേരുടെ പേര് മാറ്റി ആദ്യം മണഗുണാഞ്ചൻ എന്നാക്കും. ദേവിക ഇപ്പോ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, അവൻ സൈക്കോ ആണ്. ഇതൊക്കെ ടോപ്പ് കമന്റ് ആണ് ഞാൻ വായിക്കണേ. ഇയാൾക്ക് ഈ പേര് ഇത്ര ഇഷ്ടമാണെങ്കിൽ ഗസറ്റിൽ കൊടുത്ത് സ്വന്തം പേര് ആത്മാവെന്നോ പിശാചെന്നോ ഒക്കെ ആക്കിക്കൂടെ? എന്തിനാ ഒരു പെൺകുട്ടിയെ വെറുതെ സ്കൂളിലും കോളേജിലും ഒക്കെ ഒരു പരിഹാസപാത്രമാക്കുന്നത്? താൻ അറിഞ്ഞുകൊണ്ട് ട്രീറ്റ്മെന്റിന് പോകുന്നതാ നല്ലത്. പക്കാ നാർസിസിസ്റ്റ് ആണ് താൻ. ദേവിക പാവമായതുകൊണ്ട് സഹിക്കുന്നു, മെന്റലി ഒരുപാട് പ്രശ്നം തനിക്കുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കമന്റ്, കംപ്ലീറ്റ് അതിനകത്ത് പോസിറ്റീവ് കമന്റ് കാണാനില്ല, അത്രയും കമന്റ്സ് ഇതിന്റെ അടി വരുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ കൊച്ചിന്റെ ഒരു ആത്മജ എന്നാണ്, അത് ആങ്കൊച്ചാണ്. ഇനി രണ്ടാമത്തെ കൊച്ചിന് എന്ത് പേരാണ് ഇദ്ദേഹം നൽകിയെന്ന് നമുക്കൊന്ന് കാണാം. അപ്പം ഞാൻ പറയാൻ വന്നത്, നമുക്ക് ഇതിപ്പം ഓൾറെഡി നമ്മുടെ ഡെലിവറി അറിഞ്ഞതിന് ശേഷം പരിചയക്കാരും അല്ലെ നമ്മളെ കാണുന്നവരും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എന്തിനേറെ പറയുന്നു, എൻ്റെ സ്വന്തം പെങ്ങൾ വരെ എനിക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് കുട്ടിയാണോ പെണ്ണാണോ എന്നല്ല ആൾക്കാർക്ക് അറിയേണ്ടത്, പേരെന്താണ്. ഓക്കെ, കുട്ടിയാണോന്നോ പെണ്ണാണോ എന്നല്ല ചോദിക്കുന്നത്, പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. കാര്യം ആദ്യത്തെ പേര് അത്രയ്ക്ക് വിവാദമായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ആദ്യം ഒരു പേരങ്ങ് നിശ്ചയിക്കും. ആ പേര് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ പേര് ആ കൊച്ചിനിടും. അതുകൊണ്ട് ജെൻഡറിന് ഇവിടെ പ്രസക്തി ഇല്ല. ഇനി നമുക്ക് പേരിലോട്ട് വരാം. തീർച്ചയായിട്ടും അത് ആണാണേലും പെണ്ണാണേലും ആ പേര് തന്നെ അത് വരത്തുള്ളായിരുന്നു. കാരണം അത് ദേവിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ദേവിയോട് മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ദേവിക പറഞ്ഞ അയ്യോ ഭഗവാനെ, ഇത് ആത്മജയുടെ ഫോണിൽ പോകുമല്ലോ. സ്വന്തം ഭാര്യ അടുത്താണ് കൊച്ചിനിടാൻ പോകുന്ന പേര് പറഞ്ഞത്. പേര് കേട്ടപ്പോൾ തന്നെ ഭാര്യയ്ക്ക് മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോകും. അന്തമാതിരി നെയിമാണ് ഗൈസ്, അത് ബാക്കി കേൾക്കാം. പേരാണ്. അപ്പോൾ എല്ലാവരുടെയും ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാനും പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ പേര് പറയുകയാണ്. നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മ. അതാണ് പേര് കേട്ടോ. പറ, ഒച്ചത്തിപ്പുറം എന്നാലേ കേൾക്കത്തുള്ളൂ. ഓം പരമാത്മ, അത്രേ ഉള്ളൂ. അപ്പം ഓം പരമാത്മ എന്നാണ്
ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വളരെ ഡിവൈനായിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കമന്റ് സെക്ഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പേരിലൂടെ ആ പേരിന് എന്തൊക്കെ പവറുകളുണ്ടോ അതിൻ്റെ ഒരു 0.0001% ഗുണം ഈ പേരിട്ടുന്ന അല്ലെങ്കിൽ ആ പേരിട്ട് അറിയപ്പെടുന്ന വ്യക്തിക്ക് കിട്ടിയാൽ തന്നെ ഭയങ്കര ദൈവാധീനമായിരിക്കും. ഓം പരമാത്മ, ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല അതിന്. ഓം എന്ന് പറയുന്ന ആ ഒരു വാക്ക് തന്നെ, വാക്കെന്ന് പോലും അതിനെ പറയാൻ പറ്റില്ല. അതുക്കും മേലുള്ള ഒരു സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സാധനമാണ് ഓം. അതിന് ഓമിനെയൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. അത് അത്രയും പവറുള്ള ഒരു സാധനമാണ്. ആ ഒരു വാക്കിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു കുഞ്ഞിന് വിടുമ്പോൾ ലിറ്ററലി ആരുടെ ആണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഒന്ന് മുഖം ചുളിച്ചു പോകും. എന്താണ് ഈ ഇങ്ങനത്തെ ഒരു പേര് എന്ന്. അത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. അത് നമ്മൾ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. ഇതിപ്പോ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് വന്ന് കോണ്ടന്റ് ആക്കി പറയുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഇതെടുത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, എന്റെ പേര് കാരണം ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. കാര്യം പേരിന് കുഴപ്പമുണ്ടായിട്ടല്ല. അനന്തു എന്നുള്ള പേര് 90s കിഡ്സിൽ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന പേരാണ്. അനന്തു, അഖില്, അരുണ്, ഇതൊക്കെ നല്ല പേരുകളാണ്. പക്ഷെ ഒരുപാട് ആളുകൾക്കുണ്ട്. അന്നേരം ക്ലാസ്സിൽ എപ്പം അനന്തു എന്ന് വിളിച്ചാലും 2-3 അനന്തുമാരുണ്ടായിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് അനുഭവിച്ചിട്ടുണ്ട്. ഈ റിഫൈനറീസിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം അവിടെ നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വയർലെസ് സംഭവമായിരിക്കും തരുന്നത്. ഈ വയർലെസ് അവിടെയുള്ള എല്ലാ ആൾക്കാരോട്ടും കണക്റ്റഡ് ആയിരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വയർലെസ് ആരുടെങ്കിലും കയ്യിലിരിപ്പുണ്ടോ അവർക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അനന്തു കോൾ ബാക്ക് എന്ന് വയർലെസ്സിനകത്ത് നമുക്കൊരു മെസ്സേജ് തരുമ്പോൾ ആ പ്ലാന്റിൽ തന്നെ ഒരു 2-3 അനന്തു ഉണ്ടായതുകൊണ്ട് കൺഫ്യൂഷൻ ആണ് ആരാണ് തിരിച്ച് വിളിക്കുന്നതെന്ന്. സോ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ പേര് കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഈ കുഞ്ഞ് അനുഭവിക്കൂല. കാര്യം ഈ ലോകത്ത് ഈ ഒരു പേര് ആ കുഞ്ഞിന് മാത്രമേ കാണൂ. പക്ഷെ ഭാവിയിൽ ആ കുട്ടി ഈ പേര് കാരണം കുറെ സഫർ ചെയ്യേണ്ടി വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു മേ ബി ചിലപ്പോൾ സ്വന്തം പേര് പറയാൻ തന്നെ മടിച്ചു എന്ന് വരും. ഓം പരമാത്മ. ഓഫ് എന്റെ മോനെ, എന്തു പേരാണ് ഇത്? സീരിയസ്ലി ഇദ്ദേഹം എന്തുകൊണ്ട് ഈ പേരിട്ടു എന്ന് പറയുന്നതിന് ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അതുകൂടെ വേണമെങ്കിൽ ഒന്ന് കേൾക്കാം. എൻ്റെ കൈലാസ യാത്ര കഴിഞ്ഞ് വന്ന ഒരു സമയം എങ്ങാണ്ടായിരുന്നു. അപ്പം പുള്ളി അന്ന് സംസാരിച്ച വാക്ക് അവിടുത്തെ ഓം പർവ്വത്തിനെ പറ്റിയാണ്. അവിടെ ശരിക്കും ആ ഓം പർവ്വത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് പറയേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ടോക്ക് വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതൊരു അത്ഭുതമാണ്. കാരണം ഇപ്പോൾ 1 മണിക്കൂർ മുന്നേ ഞാൻ ദേവികയോട് നമ്മളിപ്പം ബേബിക്ക് ഇടാനുള്ളൊരു പേരിൻ്റെ സജഷൻ പറഞ്ഞത് ഈ ഓം പരമാത്മ എന്നാണ്. അപ്പം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അപ്പം തന്നെ ഓം പർവ്വതമുണ്ടെന്നും ആ പർവ്വതത്തെ പറ്റി പുള്ളി എൻ്റെ അടുക്കൽ പറയുന്നതും ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇതെന്തോ കണക്ഷൻ ഉണ്ട്. സോ ഇത് ഫിക്സ് ചെയ്യണമെന്ന് ഉള്ളൊരു ഫീലാണ് എനിക്ക്. നേരത്തെ നമ്മുടെ മഹാദേവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവരെന്തോ കഴിക്കാൻ പോയ സമയത്താണ് ഈ ഒരു പേരിനെ പറ്റി ഭാര്യ അടുത്ത് ആദ്യം പറയുന്നത്. അപ്പോൾ അവിടെ ഏതോ ഒരു ആത്മീയ ആരാണ്ടെ കണ്ടുമുട്ടി. പുള്ളി സംസാരത്തിനിടയിൽ ഓം പർവ്വത് എന്നങ്ങാണ്ട് പറഞ്ഞു. അന്നേരം ഓം പർവ്വതും ഓം പരമാത്മയും തമ്മിൽ എന്തൊക്കെയോ ഒരു കോറിലേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി. ആഹാ, എന്നെങ്കിൽ പിന്നെ കൊള്ളാലോ, അങ്ങനെ അതങ്ങ് ഫിക്സ് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് പുള്ളി പറയുന്ന കാര്യം, പുള്ളിയുടെ തോട്ട്സിൽ ഇതൊക്കെ ഇങ്ങനെ വരും, അതുകൊണ്ട് ഞാൻ അങ്ങ് ഇടുന്നതാണ്, ഞാൻ മനഃപൂർവ്വം ഇടുന്നതല്ല. എപ്പോഴും ഇങ്ങനെ ചിന്തയിൽ മുഴുകി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ക്ലിക്കാവും, അത് അങ്ങ് ഫിക്സ് ആക്കും എന്നാണ് പറയുന്നത്. ഇതിപ്പം ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായ സമയത്ത് ആത്മജ മഹാദേവ് എന്നെന്തോ ആണ് അതിന് പേരിട്ടേക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് വിജയ് മാധവ് എന്നാണ്. വേണമെങ്കിൽ ആത്മജ മാധവ് എന്നിടായിരുന്നു. പക്ഷെ ആത്മജ മാധവ് ഇടാതെ ആത്മജ മഹാദേവ് എന്നാണ് ഇട്ടേക്കുന്നത്. അതിനൊരു റീസൺ പുള്ളി പറയുന്നുണ്ട്. ഇതുപോലൊരു ഉൾവെളിച്ചം കിട്ടിയിട്ടാണ് അതിനും മഹാദേവ് എന്നിട്ടത്. ഇദ്ദേഹം പാട്ടൊക്കെ പാടുന്ന വ്യക്തിയാണല്ലോ. അന്നേരം ഏതോ ഒരു ആങ്കർ ഇദ്ദേഹത്തെ വേദിയിലോട്ട് ക്ഷണിക്കുന്ന സമയത്ത് മാധവ് എന്നുള്ളത് മഹാദേവ് എന്ന് തെറ്റിച്ച് വിളിച്ചു. അന്നേരം ക്ലിക്കായി, ബൾബ് കത്തി, മഹാദേവ്. അങ്ങനെയാണ് ആദ്യത്തെ കുഞ്ഞിന് ആത്മജ മഹാദേവ് എന്ന് പേരെടുത്തത്. സോ പുള്ളിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഓരോ തോട്ട്സ് വരും. അങ്ങനെ ആണ് ഓരോ പേരിലോട്ട്
എത്തിയിലോട്ടും ഇദ്ദേഹം എത്തിച്ചേരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, പുള്ളിയുടെ കുട്ടി പുള്ളിക്ക് ഇഷ്ടമുള്ള പേരിടാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചെയ്തികൾ കാരണം ആ കുഞ്ഞ് സഫർ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ആത്മീയത നല്ലതാണ്, വേണ്ടെന്ന് പറയുന്നില്ല. അധികമായാൽ അമൃതവും വിഷമാണെന്ന് പറയുന്ന പോലെ ഇതങ്ങ് തലയ്ക്ക് പിടിച്ചിട്ട് സർവവും ആത്മീയത എന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ടോക്സിക് ആണ്. കൂടെ സഹകരിക്കുന്ന ആളുകൾക്ക് വരെ അത് ഭയങ്കര മോശമായിട്ട് എഫക്റ്റ് ആവും. ഈ പുള്ളിക്കാരന്റെ ഒരു കേസ് കേട്ട് എനിക്ക് തോന്നിയിട്ട് സത്യത്തിൽ പുള്ളിക്കാരന് ഈ പറയുന്ന ഭക്തി അല്ലെങ്കിൽ ആത്മീയത ഭയങ്കരമായിട്ട് തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും ഇതുപോലത്തെ ഒരു പേര് ആ കുഞ്ഞിനിടുമെന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ നാട്ടിൽ ഇപ്പം നടക്കുന്ന ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളും ഭക്തിയുടെ പേരിലാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ആളുകളെ സമാധാനപരമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് എന്തെങ്കിലും ശക്തി ഉണ്ടോ എന്നും എനിക്കറിയില്ല, മേ ബി ഉണ്ടാവാം. മനുഷ്യന്മാരുണ്ടായതുകൊണ്ടാണല്ലോ നമ്മുടെ ദൈവങ്ങൾക്കെല്ലാം മനുഷ്യന്റെ രൂപം വരുന്നത്. മോസ്റ്റ് ഓഫ് ദ ദൈവങ്ങൾക്ക് മനുഷ്യന്റെ രൂപമാണല്ലോ, അത് മനുഷ്യന്മാരുണ്ടാക്കിയതുകൊണ്ടായിരിക്കണമല്ലോ. അപ്പം ദൈവവും ക്രിയേറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മേ ബി അതിന് ശക്തി ഉണ്ടാവും, ശക്തി ഇല്ലാതിരിക്കാം, നോ ഐഡിയ, നമുക്കറിയില്ല അതിനെപ്പറ്റി. എന്താണെങ്കിലും മനുഷ്യന് നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു ദൈവത്തിന്റെ പേരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിന് കാരണം എന്താണ്? ഈ ഭക്തിയും ഇതൊക്കെ കയറി തലയ്ക്ക് പിടിച്ചിട്ട് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ വിജയ് മാധവ് ഒരു കുറ്റവാളിയായി മാറുമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകുന്നോ ഒന്നും അല്ല പറയണേ. പക്ഷെ ഇത് ഇത്തിരി ഓവറായി പോയി, ഇത്തിരിയല്ല നല്ല രീതിയിൽ ഓവറായി പോയെന്ന് തോന്നുന്നുണ്ട്. ആ കമന്റ് സെക്ഷനിൽ ആൾക്കാരുടെ കമന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമുക്ക് തോന്നിയ അതേ തോട്ട് തന്നെയാണ് ആ ജനങ്ങൾക്കും തോന്നിയിട്ടുള്ളത്. 3.5 ലക്ഷം പേര് കണ്ട വീഡിയോസ്, അതിന്റെ ഇടയിൽ 3500 പുറത്ത് കമന്റ്സ് വന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ ആളുകളും ഇദ്ദേഹത്തിനെ എതിർത്താണ് സംസാരിക്കുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ രീതിയിലുള്ള പേരെങ്ങും ഇട്ടാൽ കുഞ്ഞിനെ ടോർച്ചർ ചെയ്യാൻ നിൽക്കരുത്. ഓം എന്നൊക്കെ ഇട്ടാൽ പിന്നെയും കുഴപ്പം. ഇത് ഓം പരമാത്മ ഒന്നും പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജെനുവിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.